ഹേയ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഗോവയിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്യുന്ന അതുവരെയല്ല നമ്മൾ കണ്ടത്. പിന്നെ നമ്മളെ വണ്ടി വന്നു, നമ്മൾ കയറി, നമ്മൾ കുറേ നേരം എക്സ്പ്ലോർ ചെയ്തായിരുന്നു ട്രിപ്പൊക്കെ. കാരണം കുറേ ഒരു 1.5 ഹവറെങ്കിലും എടുത്തിട്ടുണ്ടാവും നമ്മൾ ബാഗ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറേ സംസാരിച്ചാണ് കേട്ടോ ബാഗ് എത്തി. ഗൈസ്, നമ്മൾ ബാഗ് ബീച്ച് എത്തിയിട്ടുണ്ട്. എവിടെ എത്തിയിട്ടുണ്ട്? ടിറ്റോസ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ കാണുന്നത് ടിറ്റോസ് ലൈനാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഒരു വണ്ടി റെൻറ്റിന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കിട്ടിയത് ഈ വണ്ടിയാണ് കേട്ടോ, ഫസീന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്പറൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് പേര് ഒന്ന് വിളിക്കുന്നുണ്ട്. റൂമുണ്ട്, 500-നുണ്ട്, 1000-നുണ്ട് എന്നൊക്കെ. അങ്ങനെ ഞങ്ങളൊരു റൂം നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം അവിടെ പോയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ അടുത്ത ഒരു ഹോട്ടൽ നോക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ ഇത് കണ്ടു. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് മറന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഓർമ്മ വരുന്നെങ്കിൽ ഞാൻ പറയാം. എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. 2 days നമുക്ക് 3000 സംതിങ് ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നല്ല ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഗെയിമുണ്ട്, ജിമ്മുണ്ട്, പൂളുണ്ട്, പിന്നെ റൂംസൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബാൽക്കണിയൊക്കെ ഉണ്ട്, നല്ല രസമാട്ടോ റൂംസൊക്കെ. നമ്മൾ പോകുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. പിന്നെ ഫുഡ് അവിടെ നിന്ന് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അവർ പെട്ടെന്ന് ഓടി വരികയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു തരാൻ എല്ലാം ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം മേ ബി ആരെങ്കിലുമൊക്കെ ഗോവ പോകുന്നവരുണ്ടെങ്കിൽ ഈ ഹോട്ടലിനെ ബന്ധപ്പെടുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പേര് മറന്നു. ഞാൻ പേര് കിട്ടുന്നെങ്കിൽ എന്തായാലും ഞാൻ പറയാം. അപ്പോൾ നമ്മൾ റൂം നോക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പോകുന്ന വഴിയാണ് നമ്മൾ നടന്നു പോകുന്നത് ഗൈസ്. പൂളൊക്കെ അടിപൊളിയാണ്, നല്ല കാമായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഫിക്സ് ആക്കിയായിരുന്നു. എന്നിട്ട് നമ്മളിവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂമിലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ റൂം കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ റൂം? എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമുക്കൊരു എന്ത് പറയാനാ, നല്ല രസമുണ്ട്. ഇതാട്ടോ ടോയ്ലറ്റും ബാത്റൂമും പ്രത്യേകമാണ് വരുന്നത്. പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അത് ഞാൻ ഓപ്പണാക്കി കാണിച്ചു തരാം. അവിടെ നിന്ന് നേരെ കാണുന്നത് സ്വിമ്മിങ് പൂളിൻ്റെ വ്യൂ ആട്ടോ. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുക. ഓക്കെ, കണ്ടോ നിങ്ങൾ? ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാട്ടോ. പിന്നെ പാർട്ടീസൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞാനൊരു ടീ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. 2 days ഫുഡൊന്നും കറക്റ്റ് അല്ലായിരുന്നല്ലോ. അപ്പോഴത്തേക്കും ഒരു ചെറിയ മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ചിരുന്നു. അന്ന് നമ്മൾ പുറത്തങ്ങനെ അധികം പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന ആ ക്ഷീണമൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു കേട്ടോ. അതൊരു കേരള ഹോട്ടലായിരുന്നു. അപ്പോൾ മഴയൊക്കെ കണ്ട് ഞാൻ ടീയൊക്കെ കുടിച്ചു ഗൈസ്. പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച് നേരെ നമ്മൾ താഴോട്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ കോലം കണ്ടു, ഭയങ്കര അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. മീനുകളൊക്കെ ഉണ്ട് ഗൈസ് അവിടെ, നല്ല നല്ല മീനുകൾ. എനിക്ക് പേരൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാട്ടോ നമ്മൾ പോയത്. ആദ്യം നമ്മൾ ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടി. നല്ല മഴയായിരുന്നു കേട്ടോ ഗൈസ്, നല്ല മഴയായിരുന്നു. പിന്നെ എന്തോ എനിക്ക് ഇഷ്ടമായി. ഞാൻ കുറച്ച് നേരം മഴയത്തൊക്കെ നനഞ്ഞു. എന്നിട്ട് നമ്മൾ ജിമ്മിലോട്ട് പോയി. ഇവൻ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ കുറേ സംഭവങ്ങളൊന്നും വർക്കിംഗ് അല്ല. അതുകൊണ്ട് എനിക്ക് പറ്റിയൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ സൈക്കിളൊക്കെ ചവിട്ടിയായിരുന്നു കുറച്ച് നേരം. പിന്നെ നമ്മൾ പൂളിൽ പോയിട്ടോ ഗൈസ്. അവിടെ ഇങ്ങനെ ചറുകുന്ന സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കൂടി ചാടുമ്പോഴത്തേക്ക് വെള്ളത്തിൽ വീഴും. എനിക്ക് പിന്നെ അത്ര വലിയ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ആ സൈഡിൽ കുഞ്ഞു പിള്ളേർ കളിക്കുന്ന അവിടെ കേട്ടോ ആദ്യം ഇരുന്നത്. പിന്നെ ഇവൻ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞാനും കൂടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ മുങ്ങി ഫോണൊക്കെ മുക്കിയൊക്കെ കളിച്ചായിരുന്നു കുറേ നേരം.
പിന്നെ നമ്മൾ ഒരു 1-2 മണിക്കൂർ വെള്ളത്തിൽ തന്നെ ആയിരുന്നു ഗൈസ്. എനിക്ക് ഒന്നും ഓർമ്മയില്ല. നമ്മൾ വെള്ളത്തിൽ മറിയായിരുന്നു. പിന്നെ നമ്മൾ പാട്ടിട്ട് കുറേ നേരം വെള്ളത്തിൽ ഡാൻസ് കളിച്ചു, ബോൾ കളിച്ചായിരുന്നു, കുറേ എക്സ്പ്ലോർ ചെയ്തു വെള്ളത്തിൽ തന്നെ. ഒരു 2-3 അവർ പോയി നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം നമ്മൾ വെള്ളത്തിലായിരുന്നു. പിന്നെ എനിക്ക് വയ്യാണ്ട് എനിക്ക് കണ്ണൊക്കെ വേദനയായി തുടങ്ങി. അപ്പോഴത്തേക്കാണ് പിന്നെ നമ്മൾ കയറിയത്. ഗൈസ് പിന്നെ നമ്മൾ ഫ്രഷായി നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചു. ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ശരിക്കും അവിടെ നിന്ന് കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചിട്ട് പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ പുറത്തൊരു ഹോട്ടലായിട്ട് പോയി. കേരള എന്തോ ഒരു ഹോട്ടലായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ തിരിച്ച് നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് വന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ. നമ്മൾ ഒരിടത്തും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല.